അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആൻ ഊന്നൽ നൽകുന്ന ഒരു ഭാഗം നിശബ്ദതയാണ്. നിശബ്ദത എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ തമ്മിൽ തർക്കിക്കുന്ന സമയത്ത് ഒരാൾ മിണ്ടാതിരുന്ന് അവയ്ക്ക് മൗനം പാലിക്കുക എന്നുള്ള നിശബ്ദതയല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ശാന്തമായിരുന്നു കൊണ്ട് പ്രപഞ്ചത്തിലുണ്ടാകുന്ന ദൃഷ്ടാന്തങ്ങളെ, പടച്ചവൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഓർത്തിരിക്കാൻ സമയം കണ്ടെത്തുന്ന ഒരു നിശബ്ദത, ഒരു ഏകാന്തത. അതിന് ദൈവിക ഗ്രന്ഥം ഒരുപാട് ഊന്നൽ നൽകുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ശാന്തമായിരിക്കുന്ന സമയം, ഏകാന്തതയോട് കൂടിയിട്ട് പ്രപഞ്ചത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുകയും അതിലൂടെ ചില ചിന്തകളെ നമുക്ക് ചിന്തിക്കാൻ പറ്റുകയും ആ ചിന്തയിലൂടെ പ്രപഞ്ചനാഥനിലേക്ക് എത്തിപ്പെടാൻ പറ്റുകയും ചെയ്യും. ശാന്തമായും സമുദ്രത്തെ ഒന്ന് നിരീക്ഷിച്ച് നോക്കുക, അതിൻ്റെ തിരമാലകളും അതിൻ്റെ ഓളങ്ങളും ഒന്ന് നിരീക്ഷിച്ച് നോക്കുക. സൂര്യനെ ഒന്ന് നിരീക്ഷിച്ച് നോക്കുക. അതേപോലെ തന്നെ ചന്ദ്രനിലേക്കൊന്ന് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഭംഗിയും അതിൻ്റെ പിന്നിലെ സൃഷ്ടാവിനെയും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ മേഘങ്ങളിലേക്ക് നോക്കുമ്പോൾ അത് ഒരുപാട് ചിത്രങ്ങളെ കൊത്തിവെച്ചതുപോലെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ സൗരഭ്യം, അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ആ ആസ്വാദനത്തിലൂടെ പ്രപഞ്ച സൃഷ്ടാവിലേക്ക് എത്താൻ പറ്റും. അത് ആലോചിച്ച് നോക്കൂ, ഒരു 5 മിനിറ്റ് ഇരുന്നു കൊണ്ട് ഏകാന്തമായി ഇരുന്ന് പ്രപഞ്ചത്തിലേക്ക് നോക്കുന്ന സമയത്ത് തന്നെ സൃഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവത്തെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയും തസ്ബീഹിലേക്കും അതേപോലെ ദൈവീക സ്മരണ ഓർത്തുകൊണ്ട് പടച്ചവനെ നന്ദി കാണിക്കുന്ന ശുക്റിലേക്കും എത്താൻ പറ്റുന്നു എന്നാണ്. ആ ഒരു നിശബ്ദത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. ഹിറാ ഗുഹയുടെ ചരിത്രം പറയുന്നിടത്ത് ഹിറാ ഗുഹയിലേക്ക് റസൂൽ പോകാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് വേണ്ടാത്തരങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നതാണ്. ആ മാറി നിൽക്കൽ എന്ന് പറയുന്നത് ഏകാന്തമായി ശാന്തമായി ഇരിക്കാൻ പറ്റുന്ന ഒരു ഇടം തേടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അങ്ങനെ പോയി ഇരുന്ന് ദൈവത്തെ ഓർത്ത് പ്രപഞ്ച സൃഷ്ടാവിനെ ഓർക്കുന്ന ഒരു സമയമാണ് ഹിറാ ഗുഹയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഏകാന്തമായിരിക്കാൻ പറ്റുന്ന, ശാന്തമായിരിക്കാൻ പറ്റുന്ന സമയവും സ്ഥലവും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പരിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് സൂറത്തുൽ അഹ്റാഫിലെ 204 ആയത്തിലൂടെ. വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യുക, നിങ്ങൾക്കത് കാരുണ്യം ലഭിച്ചേക്കാം. പരിശുദ്ധ ഖുർആൻ കേൾക്കുന്ന സമയത്ത് നിശബ്ദതയോട് കൂടിയിട്ട് കേൾക്കുമ്പോൾ, ശാന്തമായിരുന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ പാരായണ ആസ്വാദനം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതോടൊപ്പം തന്നെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ നമുക്ക് സഞ്ചരിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ ശബ്ദകോലാഹലങ്ങളിൽ നിന്ന് കേൾക്കുന്ന സമയം, അല്ലെങ്കിൽ ഒരു ചടങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ കേൾക്കുന്ന സമയം അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അത് ഒന്നിൻ്റെയും അങ്ങനെയാണ്. ഒരു ടൂറ് പോവുകയാണെങ്കിൽ പോലും ഏകാന്തമായി ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആരാധനാ കർമ്മങ്ങളെ ഏറ്റവും ശാന്തമായിരുന്ന് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുക. അപ്പോൾ ഫർള് നമസ്കാരങ്ങളെക്കാൾ കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന നമസ്കാരം ചിലപ്പം തഹജ്ജുദ് നമസ്കാരമായിരിക്കാം. കാരണം തഹജ്ജുദ് നമസ്കാരത്തിന് ആ ഒരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം നമുക്ക് ചുറ്റും രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 2 മണി 3 മണിക്ക് എണീക്കുന്ന സമയം, ആ സമയത്ത് എന്തെന്നില്ലാത്തൊരു ആവേശം സത്യവിശ്വാസിക്ക് ഉണ്ടാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏകാന്തമായിട്ടുള്ള ഒരു അവസ്ഥ, ഒറ്റയ്ക്കിരുന്ന് ദൃഷ്ടാന്തങ്ങളെ ഓർക്കുവാനും ആരാധനയിൽ പങ്കെടുക്കാനും നമുക്ക് സാധിക്കണം. പ്രാർത്ഥന അത്തരത്തിലുള്ളൊരു നിശബ്ദതയോട് കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ശാന്തമായിരുന്നിട്ടുള്ളൊരു തേട്ടമാണ്. അതുകൊണ്ടാണ് ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വ ഖുഫിയത്ത് എന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വിനയത്തോടു കൂടിയിട്ടും താഴ്മയോട് കൂടിയിട്ടും, അതായത് ഭയപ്പാടോട് കൂടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം ശാന്തമായിരുന്ന് പേടിച്ച് പറയേണ്ട കാര്യങ്ങൾ എന്ത് എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തിരുന്നാലും ഒന്ന് ഒഴിഞ്ഞിരുന്നു കൊണ്ട്, ശാന്തമായിരുന്നു കൊണ്ട് മാത്രമേ ആരാധനയെ നമ്മൾ സമീപിക്കാൻ പാടുള്ളൂ. നമസ്കാരമാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും എന്തിനും ഒരു എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധവും തിരിച്ചറിവും അവയെക്കുറിച്ച് ചിന്തിക്കുകയും വേണമെന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തെ തിട്ടപ്പെടുത്തുവാൻ സാധിക്കേണ്ടതുണ്ട്.
ഒഴിഞ്ഞിരിക്കാൻ പറ്റണം. ഒരു 5 മിനിറ്റെങ്കിലും ഒറ്റയ്ക്കിരുന്ന് ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ആലോചിക്കുവാനും അതിലൂടെ തന്നെ ബോധ്യപ്പെടുത്തി തൻ്റെ പ്രപഞ്ചനാഥനിലേക്ക് മനസ്സിനെ കണക്ട് ചെയ്ത് ശുക്ർ കാണിക്കുവാനും സമയം കണ്ടെത്തണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.